ശരിയിലേക്കാണ് അവിടെ താലൂക്ക് ആശുപത്രി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സമരം അവസാനിപ്പിച്ചു. OP പ്രവർത്തന സജ്ജമായി, സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും വേണ്ട സൗകര്യങ്ങൾ നൽകുമെന്നുമുള്ള DMOയുടെയും കളക്ടറുടെയും ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. വിവരങ്ങൾ അഞ്ജന സുകുമാരൻ നൽകും. അഞ്ജന, അവിടെ ഉണ്ടായ സംഭവങ്ങൾ വളരെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു. ഡോക്ടർ ആക്രമിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുക, അതിലാണ് ഈ പ്രതിഷേധമൊക്കെ നടന്നത്. എന്തുറപ്പാണ് ആരോഗ്യ പ്രവർത്തകർക്ക് കിട്ടിയത്? ഇതിനു മുൻപൊക്കെ ഡോക്ടർമാർക്കെതിരെയൊക്കെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആശുപത്രികൾ വളരെ സുരക്ഷ ഉള്ള ഇടങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സർക്കാർ മുന്നോട്ട് പോയത്. പക്ഷേ ആ സുരക്ഷ ഇനി ഏത് നിലയിലാണ് ഏർപ്പെടുത്തുക? വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ അതിക്രമിച്ച് കയറിയ പ്രതി വെട്ടി പരിക്കേൽപ്പിച്ചത്. ഡോക്ടർക്ക് പരിക്ക് കാര്യമുള്ളതായിരുന്നു. ഡോക്ടർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഏതായാലും അതിനുശേഷം, ആ ഒരു സംഭവത്തിന് ശേഷം ജീവനക്കാരൊക്കെയും വലിയ രീതിയിൽ പ്രതിഷേധവുമായും സമരവുമായും ഒക്കെ വന്നിരുന്നു. അതിനുശേഷം ഈ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഒഴികെ OP സംവിധാനങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഇന്ന് 4 ദിവസം പിന്നിടുകയായിരുന്നു. മലയോര പ്രദേശത്തൊക്കെ തന്നെയും ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട ആളുകൾ വളരെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം കൂടി ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ അവസാനം ഉണ്ടായിരുന്നു. ഏതായാലും അതിനാണ് ഇപ്പോൾ ഒരു അവസാനമായിരിക്കുന്നത്. ഇന്ന് ഈ KGMOയുടെയും അതോടൊപ്പം തന്നെ DMOയുടെയും കളക്ടറുടെ നേതൃത്വത്തിലൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സമാധാനപരമായി സമരം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടി KGMO ഉൾപ്പെടെ എടുത്തിരിക്കുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് ഈ യോഗത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു. 24 മണിക്കൂറും പോലീസ് സംവിധാനം ഒരുക്കും എന്നുള്ളതാണ് കളക്ടർ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. പോലീസ് എയ്ഡ് പോസ്റ്റ് വരുന്നത് വരെ, ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് വരുന്നത് വരെ 24 മണിക്കൂറും ഈ ഒരു പോലീസിന്റെ സംവിധാനം അവിടെ ഉണ്ടായിരിക്കും. സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രയാജ് സംവിധാനം വഴി അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്ന രോഗികളെ മാറ്റുന്നതിനും അവരെ ശുശ്രൂഷിക്കുന്നതിനുമുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നത് ഉൾപ്പെടെ DMOയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു യോഗത്തിൽ നിന്ന് ഒരു അറിയിപ്പായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒഴിവുകളിലേക്ക് പെട്ടെന്ന് തന്നെ ജീവനക്കാരെ നിയമിക്കുക എന്നുള്ളത് കൂടെ അറിയിക്കുന്നുണ്ട്. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും ഈ ഒരു സമരത്തിന് സുരക്ഷിതമായ സാഹചര്യം ആശുപത്രികളിൽ ഒരുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ. ഡോക്ടർമാരായാലും മറ്റ് ആരോഗ്യരംഗത്തെ പ്രവർത്തിക്കുന്നവരായാലും അവർക്ക് ജോലിയെടുക്കാൻ സുരക്ഷിതമായ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അത് അവരുടെ ജോലിയെ ബാധിക്കും. അവരുടെ ജോലിയെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് കിട്ടുന്ന സേവനത്തെ ബാധിക്കുക എന്നതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തലങ്കം വിലങ്കം ചർച്ചകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. എന്തായാലും ഡോക്ടർമാർക്ക് അവരുടെ ജോലി ചെയ്യാൻ കൃത്യമായ സാഹചര്യം ഒരുക്കണം. എന്തെങ്കിലും ഒരു പരാതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നിയമപരമായ കൃത്യമായ നടപടികളിലൂടെ മുന്നോട്ട് പോവുക എന്നത് അക്രമമാണോ ഇതിനൊക്കെ പരിഹാരം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതല്ല എന്ന് തന്നെയാണ് അതിന് ഉത്തരം.